ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ജെറിച്ചേട്ടൻ്റെ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്ന അതിമനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ആർക്കിടെക്റ്റ് അജിത്ത് കൂടെയാണ്. അപ്പോൾ നമുക്ക് ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ഇതിൻ്റെ ഒരു ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ് വീടുള്ളത്. കാരണം ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഇത്രയും എല്ലാ സൗകര്യങ്ങളും കൊള്ളിച്ച് ഇത്രയും ഓപ്പൺ ഏരിയയോട് കൂടി ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സാറ് നമ്മളായിട്ട് ഷെയർ ചെയ്യണം. ഈ പ്രോജക്റ്റിലൊരു അഡ്വാൻറ്റേജ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റ് പ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ മുതൽ ഞാൻ ഈ പ്രോജക്റ്റിലുണ്ട്. അപ്പോൾ പ്ലോട്ട് സെലക്ട് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ മുതൽ ഇതിൻ്റെ മെറിറ്റ്സ് എനിക്ക് ഈ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. 5 സെൻറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സൈഡിൽ റോഡുണ്ട്. അപ്പോൾ റോഡ് 2 സൈഡിൽ വന്നപ്പോൾ ശരിക്കും ക്ലയൻറ്റ് ഇത്തിരി സ്കെപ്റ്റിക്കലായിരുന്നു. ഇത് ഒരു ചെരിവല്ല, ചെരിവുണ്ട്. ഇത് ചെരിവായതുകൊണ്ട് ക്ലയൻറ്റിന് ഒരു ചെറിയ ഒരു സ്കെപ്റ്റിസിസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 സൈഡിൽ കറക്റ്റ് സ്ക്വയറും അല്ല, 2 സൈഡിൽ റോഡ് ഉള്ളതും ക്ലയന്റിന് ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം സെറ്റ് ബാക്ക് നമുക്ക് കൂടുതൽ ഈ 2 സൈഡ് റോഡും അപ്പുറത്തും ബിൽഡിംഗും ഉണ്ട്. അതെ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ക്ലയന്റ് ഇത്തിരി സ്കെപ്റ്റിക്കലായിരുന്നു ഇത് എടുക്കുന്ന കാര്യത്തിൽ. പക്ഷെ ഞാൻ ഐ വാസ് ഷുവർ, എനിക്ക് നല്ല കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നു. ഈ പ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ മുതൽ നമ്മൾ ഇൻവോൾവ് ആയുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണ്. എനിക്ക് ഭയങ്കര ഷുവർട്ടി ആയിരുന്നു ഇത് നല്ലൊരു പ്രോജക്റ്റിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത്. നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് 2 റോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് നോർത്തിലും ഒന്ന് ഈസ്റ്റിലുമാണ്, വിച്ച് ഇസ് വെരി ഫേവറബിൾ. നമുക്ക് ക്ലൈമറ്റിക് വൈസും 2 എലിവേഷൻ കിട്ടും. നമുക്ക് 2ലേക്കും ആക്സസിന്റെ ഉപരി ഈസ്റ്റും നോർത്തും ആണ് നമ്മുടെ ക്ലൈമറ്റിൽ എപ്പോഴും നമ്മൾ ഓപ്പൺ ആയിട്ട് കൊടുക്കേണ്ടത്. നമുക്ക് വെയിലും ചൂടും ഏറ്റവും കുറവ് വരുന്നതും സൗത്തിലോട്ടും വെസ്റ്റിലോട്ടുമാണ് ബിൽഡിംഗ് ഏറ്റവും കൂടുതൽ നീക്കി വെക്കേണ്ടത്. അപ്പൊ ആ ഒരു ബെനിഫിറ്റ് നമ്മൾ മാക്സിമം ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. മോർ റോഡ് വരുന്നത് കൂടുതൽ സെറ്റ് ബാക്ക് വരുന്നത് മോർ ഓപ്പൺ സ്പേസ് വിച്ച് ആഡ്സ് വാല്യൂ ടു ദ റെസിഡൻസ്. ഇനി അകത്തോട്ട് വരുമ്പോൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഷേപ്പ് ഒരു ചലഞ്ചായിരുന്നു. ഒരു ചെറിയൊരു ആംഗിൾ ഒരു സൈഡിലുണ്ട്. അല്ല, ഇപ്പൊ ഇത്രയും ചെറിയ സ്ഥലത്താണ് ഇത്രയും 2 ബിൽഡിങ്ങിന്റെ ഇതുണ്ടെങ്കിലും ഇപ്പൊ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ചൂടില്ല. ഇപ്പൊ ഫാൻ പോലും ഇട്ടിട്ടില്ല, ചൂടില്ല, നല്ല ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഉണ്ട്. കാരണം ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് പൊണ്ണത് കയറുമ്പോൾ ഒരു 5 സെന്റ് സ്ഥലത്ത് നിൽക്കുന്ന ഇത്ര ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സ്ഥലം അങ്ങനെ അതായത് ഫീൽ ചെയ്യുന്നില്ല. ഇത് കയറുമ്പോൾ ഭയങ്കര കംഫർട്ടാണ്, വലിയൊരു ഇതിൽ നിൽക്കുന്ന ഒരു ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ പ്ലാനിങ് ചെയ്യും. ഈ പുറത്തുള്ള ആ ഒരു ആംഗിൾ ഷേപ്പ് തന്നെയാണ് അകത്തോട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബിൽഡിങ്ങിന്റെ. അതിന്റെ ഒരു ഓറിയന്റേഷനിൽ തന്നെയാണ് ഇതിന്റെ മാസിങ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിനകത്ത് സെന്ററിൽ നമുക്കൊരു സാൻഡ്വിച്ച് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ആ സ്പേസിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പൊ ഇത് വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പുറത്തും 2 സൈഡിലും റൂം വരുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് ചൂട് വളരെ കുറവാണ് ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പൊ ഇതിന് നല്ലൊരു ലൈറ്റിംഗ് വരണം കൊണ്ട് നമ്മളൊരു സ്കൈ ലൈറ്റ് ഇതിന് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല, ലൈറ്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റും. ഇങ്ങനെ സ്കൈ ലൈറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ഹീറ്റ് കട്ടിങ് ഫിലിം ഒട്ടിക്കണം, അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും ഇതിനകത്തേക്ക് വരിക. പിന്നെ നമുക്ക് നെയ്ബേഴ്സ് ഇത്തിരി ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വിൻഡോസ് അങ്ങനെ നെയ്ബേഴ്സിനോട് ഫേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നോർത്തിലും ഈസ്റ്റിലും നേരത്തെ പറഞ്ഞ ആ നോർത്തിലും ഈസ്റ്റിലും ഉള്ള റോഡിന്റെ ഓപ്പൺ സൈഡ് ഞാൻ ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്നതാണ്. അതിൽ കൂടെ എയർ വെന്റിലേഷൻ മാക്സിമം എടുത്തിട്ട് പുറത്ത് സൗത്തിലും വെസ്റ്റിലുമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെറിയ വെന്റിലേഷൻ പോലെ കൊടുത്ത് ചൂട് എയർ പുറത്തേക്ക് പോകാനുള്ള ഒരു ഫെസിലിറ്റി. അപ്പൊ നമുക്കൊരു ക്ലയന്റ് ഏറ്റവും ബെറ്റർ എന്ന് പറയുമ്പോൾ ലാൻഡ് സെലക്ഷന്റെ ടൈം തൊട്ട് ഒരു ആർക്കിടെക്ടിന് ഇൻവോൾവ്മെന്റ് നല്ലത്. പക്ഷെ എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരില്ല. ഉള്ളത് നല്ലതാണ്. ആ സ്റ്റേജ് മുതൽ നമുക്ക് ഏത് പ്ലോട്ട് എടുക്കാം, ഏത് മേടിക്കാം എന്നുള്ളത് അപ്പം മുതൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വീടിന്റെ റിക്വയർമെന്റും അപ്പം അച്ചീവ് ചെയ്തിരിക്കണം. ചില കേസുകളിൽ നമ്മൾ ക്ലയൻസിന്റെ അടുത്ത് 5 സെന്റ് മേടിക്കാനുള്ള ക്ലയൻസിന്റെ അടുത്ത് ഞാൻ പറയില്ല നിങ്ങൾ 10 സെന്റ് മേടിക്കുക എന്ന് ഞാൻ പറയും. നോ, നമ്മുടെ ആ പ്രോജക്റ്റ് മൊത്തം കൺസീവ് ചെയ്തിട്ട് ലാൻഡ് മേടിക്കുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് അതാണ്. പിന്നെ സാധാരണ പ്രോജക്റ്റുകളെ വിട്ടിട്ട് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റ് ഇവിടെ താമസിക്കുന്നില്ല. കാരണം സാധാരണ എങ്കിൽ എക്സാമ്പിൾ സൈറ്റിൽ വെച്ചാൽ സാധാരണ ഗ്രീനിഷ് കാര്യങ്ങൾ അതൊക്കെ ഇവിടെ കട്ട് ചെയ്ത് ക്ലയന്റ് താമസിക്കുന്നില്ല. അതായത് ഒരു മിനിമലൈസർ ആണ്, ലെസ് മെയിൻ്റെനൻസ് ആണ്. അതൊക്കെ കാണുമ്പോൾ അനാവശ്യ ഒരു സാധനത്തില്ല. ഇത് ശരിക്കും ഒരു പാരഡോക്സ് ആണ്. ക്ലയൻസ് നമ്മുടെ ഗൾഫിൽ നിന്ന് വിളിക്കുന്ന ക്ലയൻസ് പലരും ചോദിക്കും ഞങ്ങളിപ്പോ വീട് വെച്ചിട്ട് കാര്യമുണ്ടോ, ഞങ്ങളിപ്പോ പെട്ടെന്ന് താമസിക്കുന്നില്ല. ഇറ്റ്സ് എ വെരി ജെനുവിൻ ക്വസ്റ്റ്യൻ. പക്ഷെ ഞാനതിനകത്ത് പറയുന്നത് ഇപ്പൊ 1 കോടിക്ക് നടക്കുന്നത് 5 വർഷം കഴിയുമ്പോൾ 1.5 കോടിയോ. ഇൻഫ്ലേഷൻ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാ സ്ട്രക്ചർ ചെയ്തിടുന്നതുകൊണ്ട് ഒരു വീടാവുന്നതുകൊണ്ടോ തെറ്റില്ല. ഇന്റീരിയേഴ്സ് ക്യാൻ ബി എ സ്മോൾ സ്ലോ പ്രോസസ്. അത് ഫാസ്റ്റായിട്ട് പോകണമെന്ന് ഞാൻ പറയത്തില്ല. അല്ല, പക്ഷെ ഇതിനകത്ത് ഇപ്പൊ അത്യാവശ്യം ഉപയോഗിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷെ മെയിൻ്റെനൻസ്
മെയിൻ്റനൻസ് വരുന്ന യാതൊരുവിധ സാധനങ്ങളും നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല. വളരെ മിനിമലായിട്ടാണ് ഇപ്പോൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. ക്ലയൻറ്റിനും ഒരു മിനിമൽ വീടായിരിക്കണം, മൂവ് അറൗണ്ട് സ്പേസ് ആണ് കൂടുതൽ വേണ്ടതെന്നുള്ളത് നിർബന്ധമായിരുന്നു. ഇതാണ് നമ്മുടെ എൻ്റയർ പ്ലോട്ട് വരുന്നത്. 5 സെൻറ്റ് പ്രോപ്പർട്ടിയാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ഈ സൈഡിലോട്ടാണ് നോർത്ത് നിൽക്കുന്നത്, ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്, ഇത് സൗത്ത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ റോഡ് ഈ 2 സൈഡിലുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ സെറ്റ് ബാക്ക് വളരെ വളരെ കൂടുതലാണ് നമുക്ക്. അപ്പോൾ ഇത്രയും സ്ഥലം നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കിട്ടും ഇതിനകത്ത്. ഇവിടെ നമുക്ക് ലൈറ്റ്, വെന്റിലേഷൻ എല്ലാം നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈറ്റിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ് നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ ഫോമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനൊരു ഫോം ഈ ഭാഗത്തു നിന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്, അതുപോലെ ഇങ്ങനൊരു ഫോം നമ്മൾ ഈ ഭാഗത്തു നിന്ന് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ 2 മാസമാണ് നമ്മൾ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നാച്ചുറലി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു സ്പേസ് ഫോം ചെയ്യും. പിടികിട്ടിയോ? ഈ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന സ്പേസാണ് ഇതിൻ്റെ ഒരു കോമൺ ഏരിയ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സാൻഡ്വിച്ച് ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ ഇതിന് നമ്മളൊരു സ്കൈലൈറ്റ് നമ്മൾ മുകളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഈ 2 മാസിൻ്റെ ജോയിൻറ്റിലാണ് ഇതിൻ്റെ എൻട്രൻസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ കയറുന്നു, നമ്മൾ ഇങ്ങോട്ടും പോകുന്നു. ഇത് നമ്മുടെ ബെഡ്റൂമിൻ്റെ സ്ഥലങ്ങൾ. ഇത് നമ്മൾ ബെഡ്റൂമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കിച്ചൺ പ്ലേസ് ചെയ്തു. പിന്നെ ഇത് നമ്മുടെ ലിവിങ്, ഇത് ഡൈനിങ്, ഇതൊരു കോമൺ ഏരിയ ആയിട്ട് വരും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്ലാനിങ് വന്നിരിക്കുന്നത്. ഞാൻ സ്ക്രിബിൾ ചെയ്തപ്പോൾ ഇത്തിരി ഓവറായെന്ന് എനിക്കറിയാം, പക്ഷേ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്ലാനിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഈ ഒരു സ്ക്രിബിളിൻ്റെ തന്നെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ എൻട്രൻസ് നമ്മളിങ്ങനെ കയറുന്നു. നമ്മുടെ വെന്റിലേഷൻസ് ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ നമുക്ക് ഫുൾ കിട്ടും. വ്യൂ പോയിന്റുകൾ നമുക്ക് ഇങ്ങനെയും പുറത്തുനിന്ന് നമ്മുടെ ലിവിങ് റൂമിൽ ഇത് നമ്മുടെ എൻ്റയർ കോമൺ ഏരിയയിൽ നിന്ന് വരുന്ന വ്യൂ പോയിന്റ്സ് ഇങ്ങോട്ടാണ് വരുന്നത്. ഇത് 2 ഈ ഒരു ജംഗ്ഷൻ്റെയും മെയിൻ എൻട്രൻസ് നമുക്ക് ഇവിടെ വരും. ഇനി ഇതിനകത്ത് നമ്മൾ രണ്ടുപേരും ഫേസ് ചെയ്ത ചാലഞ്ച് എന്ന് പറയുന്നത് ഇതിനകത്തെ ടൈലിംഗ് ആണ്. ടൈലിംഗ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെയും വരും, ഇവിടെ നിന്ന് ഇങ്ങനെയും വരും. ഓർക്കണ്ടോ? ജസ്റ്റ് ഇതാണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയത്. അപ്പൊ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് കൊണ്ടുവന്നു അവസാനം. പക്ഷെ വി വർ കൺഫ്യൂസ്ഡ് അബൌട്ട് ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ്. അപ്പൊ ആ ഒരു ആംഗിളിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഫ്ലോറിംഗിൽ നല്ലൊരു പാറ്റേണിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഇനി ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇതാണ് സ്റ്റെയർ കേസ്, നമ്മൾ മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റോറേജ് ഈ സൈഡുകളിലായിട്ട് വരും. ഈ ടോയ്ലറ്റിന്റെ മുകളിൽ നമുക്ക് സ്റ്റെയർ കേസ് പോകുമ്പോൾ നമുക്കൊരു സ്റ്റോറേജ് വന്നു. ഇപ്പൊ ഈ ബെഡ്റൂമിന് ഞാൻ ഇവിടെ ഒരു കോർട്ട്യാർഡ് ഈ കോമ്പൗണ്ട് വാളിലോട്ട് ചേർത്ത് നല്ലൊരു കോമ്പൗണ്ട് വാള് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. ഇവിടെ ഈ ബെഡ്റൂമിന് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ലാൻഡ്സ്കേപ്പ് സ്പേസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം പ്ലാന്റിങ് എല്ലാം ഇനി ഡെവലപ്പ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നുള്ളൂ. ഇവിടെ എൻട്രൻസിലും നമുക്ക് നല്ലൊരു ലാൻഡ്സ്കേപ്പിനുള്ളൊരു സ്കോപ്പ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ഫ്ലോറിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഈ ബെഡ്റൂംസ് ഒക്കെ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു യൂട്ടിലിറ്റി സ്പേസ്, ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് താഴെ ഡൈനിങ് കാണാൻ പറ്റും. ഇത് നമ്മളുടെ ഒരു ബെഡ്റൂം. ഈ 2 ബെഡ്റൂമിന് ഈ കോർട്ട്യാർഡിലോട്ട് ഞാനൊരു ബേ വിൻഡോ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ യു സിറ്റ് ഹിയർ, യു ക്യാൻ കോണ്ടാക്ട്, താഴെ നിന്നുള്ളത് ഒരു കോണ്ടാക്ട് നമുക്ക് മുകളിലേക്ക് കിട്ടും. പിന്നെ ഈ ഒരു ഭാഗം ഈ സൈഡിൽ 2 റോഡായതുകൊണ്ട് നമുക്കിവിടെ നല്ലൊരു പ്രൈവസി, നല്ലൊരു വ്യൂ പോയിന്റും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മളൊരു ബാൽക്കണി പോലത്തെ ഒരു ടെറസ് സീറ്റിംഗുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ പ്ലാനിങ് ആയിട്ട് വരുന്നത്. അജി സാറേ, നമ്മളിപ്പോൾ ഈ വീട്ടിനകത്തേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇതിൻ്റെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തത് ഇതിൻ്റെ ഒരു ലെവലിൽ നമുക്കൊരു ഫീൽ ഉണ്ട് അതിനകത്തൊരു നമുക്കൊരു ലൈക്ക് ഒരു 2 സ്റ്റെപ്പ് ഒരു എലിവേറ്റഡ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അകത്തെ സ്റ്റെപ്പ്. അതിനകത്ത് ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ സ്റ്റോണാണ്. ആ സ്റ്റോണിന്റെ വർക്ക് അത് വല്ലാത്തൊരു നമുക്കൊരു ട്രോപ്പിക് എന്താ പറയാ ഫീല് വരുന്നത്. ഞങ്ങൾ അതിനകത്ത് എത്തിപ്പെടുകയായിരുന്നു. അതായത് ഈ പ്ലോട്ട് നമ്മൾ ഡിസൈൻ ആരംഭിക്കുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി വേറൊരു പ്ലാനിന് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് വെച്ചിട്ട് കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ലാൻഡ് മേടിച്ച് മുമ്പ് ചെയ്ത അതെ റബിളുടെ എല്ലാ ഫൗണ്ടേഷനും ഇതിനകത്ത് കിടക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ റോഡ്, സൈഡിലുള്ള റോഡ് നിങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റോഡ് താഴേക്ക് ഇറങ്ങി വരാം. പുറകിലത്തെ റോഡിന്റെ ലെവൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വീടിന്റെ ഫ്ലോർ ലെവലും യാർഡ് ലെവലും ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കുറച്ചധികം ഫില്ലിംഗ് വരും എന്നുള്ളത് നമുക്ക് അപ്പോഴേ മനസ്സിലായി. അപ്പൊ അതിന് നമ്മൾ ഇതിന്റെ ഫൗണ്ടേഷനിൽ കിടന്ന കല്ലുകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പൊ റോ ആയിട്ട് അടിപൊളി വർക്കാണ്. അതെ, അത് റോ ആയിട്ട് ആ കല്ല് ഉപയോഗിക്കുന്നതിന് പകരം അത് ഞങ്ങളൊന്നൊരു കട്ട് ചെയ്ത് പീസാക്കി ഒന്ന് ഇച്ചിരി ഒരു ഭംഗി, ഒരു പാറ്റേൺ ഒക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിൽ വാളും കൂടി വെച്ചപ്പോൾ നല്ലൊരു കൺസ്ട്രക്റ്റീവ് ആർക്കിടെക്ചറിന്റെ ഒരു ഫീല് നമുക്ക് അതിനകത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ വന്നിട്ട് അത് വീടിന്റെ അകത്തേക്ക് ആ ഒരു എൻട്രൻസിൽ കയറി വന്നിട്ട് പിന്നെ അതിന് അപ്പുറത്തെ ഒരു സ്റ്റെപ്പ്, ഇപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ്, അത് എങ്ങനെ അത് ഓൾറെഡി ലാൻഡിനനുസരിച്ച് ചെയ്തേക്കുന്നത്, ലാൻഡിനനുസരിച്ച് തന്നെ വന്നിരിക്കുന്നതാണ്. പിന്നെ സാധാരണ ഒരു സിറ്റ് ഔട്ടിലുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ വളരെ അടുപ്പിച്ച് വെക്കുന്നത്. ഞാൻ സ്റ്റെപ്പൊക്കെ അങ്ങ് പുറത്തേക്ക് അങ്ങ് വലിച്ചു. അത് നല്ല ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് ആയി. അപ്പൊ ഇപ്പൊ ഇതിന്റെ ക്ലയൻസ് പറയും അവിടെ ഇരിക്കാൻ പറ്റും, പുറത്തിറങ്ങി ഇരിക്കാൻ പറ്റും ഈവനിങ് ടൈമിലൊക്കെ. പ്രത്യേകിച്ച് നോർത്തിലായതുകൊണ്ട് നമുക്ക് വെയിൽ അവിടെ ഇല്ല, ഒരു സാഹചര്യത്തിൽ നമുക്ക് വെയിൽ വരുന്നില്ല. അപ്പൊ പുറത്തൊക്കെ ഇരിക്കാനും അല്ലെങ്കിൽ ഇച്ചിരി രാത്രിയായിട്ടായാലും ലൈറ്റ് ഇട്ട് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്റ്റെപ്പായി മാറിയത്. ഇതിന്റെ അവിടെ നമ്മൾ വന്നതിന് പിന്നെ അതൊരു സ്റ്റോണാണ്. സ്റ്റോണിൽ നിന്ന് പിന്നെ ഒരു ബ്ലാക്കിലേക്കാണ് സിങ്ക് വരുന്നത്. കൂടുതലും ഒരു ഓർഗാനിക് ആർക്കിടെക്ചറാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അതായത് കൂടുതലും നാച്ചുറൽ മെറ്റീരിയൽ കാണിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ ചുമരൊക്കെ നോക്കിയാൽ തന്നെ നമ്മൾ ബ്രിക്ക്, മഡ് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വീനബർഗ് ബ്ലോക്സ് ആണ്, പക്ഷെ ആ ഒരു മഡി ഫീല്, അതുപോലെ പുറത്തുള്ള കരിങ്കല്ല്, ഗ്രാനൈറ്റ്, ഇങ്ങനത്തെയൊക്കെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റീരിയേഴ്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യും. അതെ, അത് ശരിക്കും വെച്ചാൽ കാണുമ്പോൾ എക്സ്പെൻസീവ് തോന്നുമെങ്കിൽ അത് ഇവിടെ ഉണ്ടായിരുന്ന മെറ്റീരിയൽ ഫ്രീ ആയതുകൊണ്ടാണ് അവർ യൂസ് ചെയ്തത്. ഭയങ്കര. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളർ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേന്ന് ആ ഒരു ടെക്സ്ചർ ഒരു സിൽവർ ഗ്രേയിലേക്ക് ടെക്സ്ചറിലേക്ക് ചെയ്യുന്നു. അതിന്റെ താഴത്തേക്ക് ബ്ലാക്ക്. പിന്നെ അവിടെ നിന്ന് ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വുഡ് വന്നിട്ടുണ്ട്. ആ വുഡ് എന്ന് വെച്ചാൽ ഡോറിന്റെ ഹൈറ്റും ഡിസൈനിങ്, അതെന്താ അതിന്റെ ഹൈറ്റ് എത്രയാണ്? ഡോറിന്റെ ഹൈറ്റ് ഒരു 2.8 മീറ്റേഴ്സോളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തെടുക്കാനായിട്ട് ഇത്തിരി ചാലഞ്ചിങ് ആയിരുന്നു. അത് വല്ലാത്തൊരു വർക്കാട്ടോ. അതിന്റെ എലിവേഷന്റെ ഒരു ഭാഗമാണ് എന്റെ മെയിൻ ഡോർ ഇതിനകത്ത്. അപ്പൊ ഞാൻ ക്ലയന്റിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഡോറിന്റെ ഹൈറ്റ് ഇത്തിരി കൂടുതൽ വേണം, കാരണം അത് 2 മാസം വന്ന് നിൽക്കുന്നതിന്റെ ഇടയിൽ വരുന്ന ഒരു ഡെഫിനേഷൻ ആണത്. അപ്പൊ അതിനൊരു വെർട്ടിക്കാലിറ്റി കൊടുക്കണം എന്നുള്ളത് ആ ഒരു ഡിസൈനിന്റെ ഫോർമേഷനിൽ വന്നൊരു കാര്യമാണ്. അത് ഇങ്ങനെ വന്ന് മുകളിലോട്ട് സീലിംഗിലേക്ക് വരെ പോയിട്ട് അത് മെർജ് ചെയ്ത് അത് ക്ലോസ് ചെയ്ത് കിടക്കുമ്പോൾ ആ വുഡൻ പാറ്റേൺ അങ്ങനെയാണ് നമ്മൾ സീലിംഗിലേക്കും. വേറെ വുഡൊന്നും ഞാൻ അങ്ങനെ ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ മിനിമലായിട്ട് ഇന്റീരിയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അനാവശ്യമായിട്ടൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അനാവശ്യമായി ചെയ്യാതിരുന്ന അതിന്റെ ഭംഗിയുണ്ടാവും. അതെ, എംപ്റ്റി സ്പേസസ്, അതാണ് ലെസ് ഇസ് മോർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ കുറച്ച് ചെയ്യുന്നതാണ് ശരിക്കും ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടുക. ഇറ്റ്സ് നോട്ട് അബൌട്ട് ക്ലട്ടറിങ് യുവർ ഇന്റീരിയേഴ്സ്, കീപ് ഇറ്റ് എംപ്റ്റി. അതിനകത്താണ് നമുക്ക് നല്ല മൂവ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് ഡൈനിങ്ങിൻ്റെ ഏരിയയിലാണ്. ഇപ്പം ഡൈനിങ്ങിൻ്റെ ഏരിയയിൽ പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് താന്നാണ് കിച്ചണിലേക്ക്. അത് എന്തെങ്ങനെയാണ് ഇത് നമ്മൾ ഡിസൈൻ ചെയ്തതാണോ, അത് ഈ ലാൻഡിൻ്റെ പ്രത്യേകത അനുസരിച്ച് അങ്ങോട്ട് റീസെറ്റ് ചെയ്ത്? ഇത് ക്ലയൻറ്റിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഡൈനിങ് ഏരിയ ഡിപ്രസ്ഡ് ആയിട്ട് വേണം എന്നുള്ളത്. അത് ചേഞ്ചസ്, അതിൻ്റെ ഒപ്പീനിയൻ പല ഒപ്പീനിയൻസ് ആണ് അതിനുള്ളത്. ഇതിപ്പോൾ ക്ലയൻറ്റിന് ആവശ്യമായിരുന്നു ഇങ്ങനെ ഒരു ഡിപ്രഷൻ ഇതിന് വേണം എന്നുള്ളത്. മെയിനായിട്ട് നമ്മുടെ പ്ലാനിങ്ങിൽ ശ്രദ്ധിച്ച എല്ലാം ഓപ്പൺ ആണ്. അതായത് നമ്മുടെ ലിവിങ് ഏരിയ ആണെങ്കിലും കിച്ചൺ ആണെന്നുണ്ടെങ്കിലും ഡൈനിങ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഇത് എത്ര സ്ക്വയർ ഫീറ്റിനാണ് ഇപ്പോൾ ഇത് ശരിക്കും വരുന്നത്? നമുക്ക് 2300 സ്ക്വയർ ഫീറ്റോളാണ് നമുക്ക് ഓവറോൾ വീട് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ എത്രയാണ്? ഗ്രൗണ്ട് ഫ്ലോർ നമുക്കൊരു 1300 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നോർമൽ കേസിൽ ഒരു 2 നിലയുള്ള വീട് അല്ലെങ്കിൽ ഡബിൾ സ്റ്റോറി ആയിട്ടുള്ള വീടിൻ്റെ സ്റ്റെയർ എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഭയങ്കര ഒരു ആർഭാടമായിട്ട് ഉണ്ടെന്ന് വെക്കും. അതിൻ്റെ ഒരു വലിയൊരു ഏരിയ യൂട്ടിലൈസ് ചെയ്യും. ഇവിടുത്തെ സ്റ്റെയർ എന്ന് വെച്ചാൽ സ്റ്റെയർ ചെറുതാണ്. പിന്നെ എന്താ ചെറുത്, പിന്നെ അതിനകത്ത് വേറെ സംഭവം ഞാൻ കണ്ടിരുന്നു. അതായത് ഇതിനകത്ത് ശരിക്കും 5 സെന്റ് ആണ് നമ്മുടെ പ്രോപ്പർട്ടി. 2 സൈഡിൽ റോഡ് ഉള്ളതിനോട് 2 സൈഡിൽ നിന്ന് കൂടുതൽ സെറ്റ് ബാക്ക് വന്നതിനോട് ഫ്ലോർ പ്ലേറ്റ് ഭയങ്കരമായിട്ട് ചെറുതായിട്ടുണ്ട്. അപ്പൊ ക്ലയന്റിനാണെങ്കിൽ 2 ബെഡ്റൂം താഴെ വേണം, പാരന്റ്സ് വരുന്നതുകൊണ്ട് 2 ബെഡ്റൂം താഴെ വേണം എന്നുള്ളത് വളരെ നിർബന്ധമായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ സ്ഥലങ്ങളിലൊന്നും കോംപ്രമൈസ് ചെയ്യണ്ട.
അപ്പം ഇനിയിപ്പോൾ സ്റ്റെയർ കേസിലേക്ക് നമ്മൾ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഒരുമിച്ച് രണ്ടുപേരോട് കൈ പിടിച്ച് ഒരിക്കലും സ്റ്റെയർ കേസ് നടന്നു പോകാറില്ല. അതിപ്പോൾ എത്ര വീതിയുള്ള സ്റ്റെപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് ബിൽഡിങ്ങിലല്ലാതെ കുറച്ച് സ്പേസിന്റെ ഉണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരാൾ എന്തായാലും മറ്റേ ടൈം ഒരു സ്റ്റെയർ കേസ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം ആ ഒരാൾക്ക് പോകാനുള്ള ഒരു വീതി മതി സ്റ്റെയർ കേസ് എന്നുള്ളത് എൻ്റെ ഒരു തോട്ടായിരുന്നു. അത് ക്ലയൻറ്റ് വാസ് ഓൺ ബോർഡ് വിത്ത് ഇറ്റ്. കുറച്ച് ഒരു കൺഫ്യൂഷനും ഡൗട്ടും പണിയുന്ന സമയത്ത് ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് ലോജിക്കലി നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റി. അതായത് നമ്മൾ കൺവെൻഷനൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന നോക്കി 1 മീറ്റർ വൈഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് വേണം എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. നല്ലതാണ്, സ്റ്റെയർ കേസ് വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ നമ്മുടെ ഫംഗ്ഷൻ നടക്കാനായിട്ട് നമുക്ക് ഈ ഒരു വീതി മതി. അത് ഈ ഒരു ലിമിറ്റേഷൻ നിന്നുകൊണ്ട് വെസ്റ്റിലോട്ടാണുള്ളത്. സാധനങ്ങളൊക്കെ വെസ്റ്റിലോട്ട് 2 ബെഡ്റൂമിന്റെ സെന്ററിലായിട്ട് സ്റ്റെയർ കേസിന്റെ ലോജിക് ഇതാണ്. 2 പേര് കൈ പിടിച്ച് ഒരുമിച്ച് കയറി പോവില്ല സ്റ്റെയർ കേസ്. ഒരാളാണ് അറ്റ് എ ടൈം സ്റ്റെയർ കേസ് ഒറ്റയ്ക്ക് നടന്ന പോകത്തുള്ളൂ. അത് ശരിക്കും സ്റ്റെയർ കേസ് അല്ല അതിന്റെ മെയിൻ പർപ്പസ്. ഹിഡൻ ആയിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്. എന്താണ് അപ്പൊ അത് ഞാൻ അതിനകത്തൊരു സ്കൈലൈറ്റ് ഒക്കെ കൊടുത്ത് അത് നല്ലൊരു എലമെന്റ് ആയിട്ട് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ചെറിയ ചെറിയ ഡീറ്റെയിലിങ്ങൾ കൊടുത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ടോയ്ലറ്റ് എനിക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റി. ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുക്കാൻ പറ്റി. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് കിട്ടി. അതായത് സ്റ്റെയറിന്റെ താഴെയാണ് ഈ പണ്ട് മുതൽ സ്റ്റോറേജ്. പക്ഷെ ഇവിടെ വന്നേക്കുന്നത് സ്റ്റെയർ ഇങ്ങനെ കയറി പോകുന്നിടത്തൊക്കെ നമുക്ക് സ്റ്റോറേജ്. അത് നല്ല നീറ്റ് ആയിട്ടുള്ള സ്റ്റോറേജ്. അത് സ്റ്റെയർ കേസിന്റെ അടിയിൽ ഇത് വെക്കുമ്പോൾ ഒരു വൃത്തി കിട്ടില്ല ഒരിക്കലും. അപ്പൊ ഞാൻ മോറലെസ് അതിന് ഞാൻ അഗെയിൻസ്റ്റ് ആണ് സ്റ്റെയർ കേസിന്റെ അടിയിൽ സ്റ്റോറേജ്. അതൊരു ഡംപിങ് യാർഡായി മാറും. അപ്പൊ അത് ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യാറില്ല. അപ്പൊ അത് വരാത്ത രീതിയിലാണ് ഇതിന്റെ പ്ലാനിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓവർ സാറ് എന്താണ് ഒരു കളർ തീമുകൾ സാറ് ഇന്നത്തെ അപ്ലൈ ചെയ്തേക്കുന്നത്? അവര് ഓണേഴ്സായിട്ട് ക്ലയൻറ്റ് കളറിൻ്റെ ഒരു തീം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവരുടെ നേച്ചറുകൾ അവരുടെ ടേസ്റ്റുകൾ എന്താണെന്നുള്ളത് പറഞ്ഞതിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത ഒരു കളർ തീമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ജസ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലോറിംഗ് ആണ് ഇതിനകത്ത്. 2 ആംഗിളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഫ്ലോറിംഗ് ഭയങ്കര ചലഞ്ചായിരുന്നു. ജസ്റ്റ് നമുക്കറിയാം, നമുക്ക് 2 പേർക്ക് അറിയാതെ എങ്ങനെ സോൾവ് ചെയ്തേന്നുള്ളത്. അപ്പോൾ ഒരു ആംഗിളിൽ വരുന്ന സ്റ്റെയർ ടൈൽസും വേറെ ആംഗിളിൽ വരുന്ന ടൈൽസും ഒന്ന് ജോയിൻ ചെയ്ത് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ക്രിട്ടിക്കൽ. നമ്മുടെ ബിൽഡിങ്ങിന്റെ ആ ഒരു ലാൻഡിന്റെ പ്രത്യേകതയും പിന്നെ ബിൽഡിങ് അതിനനുസരിച്ച് ഈ 2 സമുദ്രങ്ങളും ആ ഒരു കൺസെപ്റ്റ് ആണ് അത് ഫ്ലോറിംഗ്. പക്ഷെ അത് വീടിന്റെ ഭംഗി കൂട്ടാ ചെയ്തത്. അതെ അതെ, ഇത് 2 ആംഗിളിൽ നിൽക്കുമ്പോൾ ഫ്ലോറിംഗ് നമ്മളത് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഇത് സൊല്യൂഷൻ നമ്മൾ ഒരുപാട് തല പൊളിച്ച് ഉണ്ടാക്കിയ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിലും അതൊരു സിമ്പിൾ സൊല്യൂഷൻ ആയിട്ട് കണ്ടാലേ അതിന് ഭംഗിയുള്ളൂ. അതൊരു കോംപ്ലിക്കേറ്റഡ് സൊല്യൂഷൻ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ then everyone start getting disturbed. ശരിക്കും സിമ്പിൾ ആക്കാനാണ് എഫർട്ട് കൂടുതൽ. അതെ അതെ അതെ, കറക്റ്റ്. സിംപ്ലിസിറ്റി ഈസ് ദ അൾട്ടിമേറ്റ് സോഫിസ്റ്റിക്കേഷൻ. അപ്പൊ സിമ്പിൾ ആക്കിയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്താനായിട്ടാണ്. അത് അറിയാലോ, നമ്മൾ 2 പേരും കൂടി എങ്ങനെയൊക്കെ ഇടാന്നുള്ളതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ ഓർക്കുന്നില്ലേ? ദാറ്റ് വാസ് എ ജേർണി. വിൻഡോസ് വുഡ് ആ ഒരു ഫ്രണ്ട് ഡോർ അല്ലാണ്ട് പിന്നെ നമ്മൾ എന്തൊക്കെ സ്പെഷ്യൽ മെറ്റീരിയൽസ്? ഫ്രണ്ട് ഡോർ അല്ലാതെ നമ്മൾ ഒന്നിനും വുഡ് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പൊ പുറത്തേക്കുള്ള ബാക്ക് ഡോറും കാര്യങ്ങളൊക്കെ നമ്മൾ മെറ്റൽ ഡോർസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അലൂമിനിയം വിൻഡോസ് വിത്ത് ഗ്രില്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്.